വർഷം 2021 സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ഒന്നടങ്കം ആ വോട്ടെണ്ണലിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാകില്ല. വോട്ടെണ്ണൽ തുടങ്ങിയ അവസാന മണിക്കൂറുകൾ വരെ ലീഡ് ചെയ്തിരുന്ന BJP സ്ഥാനാർത്ഥിയായ മെട്രോമാൻ ഇ ശ്രീധരനെ 3840 വോട്ടുകൾക്കാണ് ഷാഫി അന്ന് പരാജയപ്പെടുത്തിയത്. ഈ അടുത്ത വർഷങ്ങൾക്കിടയിൽ കണ്ട ഇലക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായി ഈ മത്സരത്തെ കണക്കാക്കാനാകും. കടുത്ത മത്സരങ്ങൾക്ക് മാത്രമല്ല, ഏറെ വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലം കൂടിയാണ് പാലക്കാട്. (2026) തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുമ്പോൾ പാലക്കാട് മണ്ഡലം ഈ ഇലക്ഷനിലെ ഹോട്ട് സീറ്റാണ്. നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കുന്ന മണ്ഡലം. UDFനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടം കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടി ആകപ്പാടെ തലകുനിച്ചു നിൽക്കുന്ന ഈ സമയത്ത് മണ്ഡലം ഒരു തരത്തിലും കൈവിട്ടു പോകാതെ നിലനിർത്തുക എന്നത് UDFന് അഭിമാന പ്രശ്നം കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെത്തിച്ച ഷാഫി പറമ്പിൽ തന്നെ ആ ഉത്തരവാദിത്വം തോളിലേറ്റി രമേശ് പിഷാരടിയെ കളത്തിലിറക്കി കഴിഞ്ഞു. എന്നാൽ ഇത്തവണ പാലക്കാട് പിടിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP. ശോഭാ സുരേന്ദ്രനെ പോലെ UDFന് വെല്ലുവിളി ഉയർത്താൻ തരത്തിൽ ശക്തയായ സ്ഥാനാർത്ഥിയെ NDA പാലക്കാട് ഇറക്കിയതും ഈ ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിയാണ്. LDFനാവട്ടെ ഇത് തങ്ങളുടെ സ്വാധീനം തെളിയിക്കേണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിലവിൽ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുള്ള LDFന് ഇത്തവണയെങ്കിലും മുന്നോട്ടെത്തിയേ തീരൂ. ഒരു കാലത്ത് UDFനെ മാത്രം നേരിട്ടിരുന്ന ഇടതുമുന്നണിക്ക് ആ ക്ഷീണം മാറ്റിയെടുത്തേ തീരൂ. വ്യവസായി NMR റസാക്കിനെ അങ്കത്തട്ടിലിറക്കിയാണ് LDF ഇത്തവണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. 2011 മുതൽ പൂർണ്ണമായും UDFലേക്ക് ചാഞ്ഞ മണ്ഡലമാണ് പാലക്കാട്. കോൺഗ്രസിന്റെ കോട്ടയാക്കി പാലക്കാടിനെ വളർത്തുന്നതിൽ ഷാഫി പറമ്പിൽ വഹിച്ച പങ്കും ചെറുതല്ല. അത്രയും സ്വാധീനമുള്ളതിനാലാണ് പാതി മനസ്സോടെ വടകരയിലേക്ക് ഷാഫി പോയപ്പോൾ ഞാൻ പറയുന്ന ആളിനെയെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാവൂ എന്ന ഡിമാൻഡ് നേതൃത്വത്തിനു മുൻപിൽ വെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നതും പിന്നീട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതുമെല്ലാം ഇതിനെ തുടർന്നാണ്. പിന്നീട് നടന്ന സംഭവങ്ങൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കേട്ടുകേഴ്വിയില്ലാത്തതായിരുന്നു. തുടരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന 3 ബലാത്സംഗ കേസുകൾ കോൺഗ്രസിനെയും ഷാഫിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. ഷാഫി വിഷയത്തിൽ മൗനം തുടർന്നപ്പോൾ കോൺഗ്രസ് ഗത്യന്തരമില്ലാതെ പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കി. ഇത്രയൊക്കെ ആയിട്ടും MLA സ്ഥാനമൊഴിയാൻ രാഹുൽ തയ്യാറായിട്ടില്ല. പാർട്ടിയോട്ട് ആവശ്യപ്പെട്ടതുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ നാണക്കേട് പരിഹരിക്കാൻ രമേശ് പിഷാരടി അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം. ഇത്തവണയും ഷാഫിയുടെ വാശിക്ക് വഴങ്ങിയെന്നും താരപ്രഭാവത്തിലെ രാഷ്ട്രീയമല്ലായിരുന്നു വേണ്ടതെന്ന അടക്കമുള്ള പ്രധാന വിമർശനത്തെ നേരിടേണ്ടി വരുന്നുണ്ട് കോൺഗ്രസിന്. ഇപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന ക്രൗഡ് പുള്ളറെ കൊണ്ട് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് NDA. 2016 ശോഭ മത്സരിച്ചപ്പോൾ BJPയുടെ വോട്ട് ഷെയറിംഗിലുണ്ടായ കുതിപ്പ് വീണ്ടും ആവർത്തിക്കുമെന്നും വിജയം നേടാനാകുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണി. 40,000-ന് മുകളിൽ വോട്ടുകളാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയത്. നിലവിൽ പാലക്കാട് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF ഇത്തവണ NMR റസാഖ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി എത്തിയതിനു പിന്നിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് ഒരു ഹോട്ടൽ വ്യവസായിയെ സ്ഥാനാർത്ഥിയാക്കി എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും സ്വാധീനവും വ്യക്തിബന്ധവുമെല്ലാം കണക്കിലെടുത്ത് 2021 UDFിലേക്ക് പോയ ന്യൂനപക്ഷ വോട്ടുകളെ തിരികെ എത്തിക്കലാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ മത്സരചിത്രം തെളിഞ്ഞതോടെ ഡീൽ ആരോപണങ്ങളുമായി മുന്നണികളും സജീവമായിട്ടുണ്ട്. റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയത് CPM BJP ഡീലാണെന്ന് UDFും സിനിമാ താരം രമേശ് പിഷാരടിയെ മത്സരിപ്പിച്ചത് കോൺഗ്രസ് BJP ഡീലാണെന്ന് LDFും യഥാർത്ഥ ഡീൽ UDFും LDFും തമ്മിലാണെന്ന് BJPയും ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ ഡീൽ ആരോപണം ന്യൂനപക്ഷ വോട്ടുകൾ കൈവിട്ടു പോകാതിരിക്കാനല്ലേ എന്ന് സംശയിച്ചാലും തെറ്റു പറയാനാവില്ല. BJPയുടെ ആരോപണങ്ങൾക്ക് പിന്നിലാവട്ടെ നിഷ്പക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. എന്തായാലും പാലക്കാട്ടുകാർ മാത്രമല്ല, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന തീപാറുന്ന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് പാലക്കാട്.